ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് നേര്യമംഗലത്തു നിന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നേര്യമംഗലം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ മൂന്നാർ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അടിമാലിക്ക് മുമ്പുള്ള ഒരു ടൗൺ, എറണാകുളം ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ടൗൺ എന്ന് പറയാം ആ റോഡ് പോകുമ്പോൾ. പിന്നെ ഇടുക്കി ജില്ല തുടങ്ങുകയാണ്. നേര്യമംഗലം ടൗൺ കഴിയുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ പണിത ആർച്ച് പോലത്തെ ബ്രിഡ്ജുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണിത്. വലിയ രണ്ട് വണ്ടിക്ക് പോകുന്ന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ലോറി വരുമ്പോൾ അപ്പുറത്ത് നിന്നും ബസ്സോ ലോറിയാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് പോയ ശേഷമോടെ തിരിച്ച് അത് കയറി പോകുന്നത്. ഇപ്പോൾ പുതിയ പാലം പണിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോതമംഗലത്ത് ഇപ്പോൾ ബൈപ്പാസ് ഉണ്ട്. അവിടുന്ന് ബൈപ്പാസ് ട്രാവൽ ചെയ്ത് ഊണികല്ല് കഴിഞ്ഞിട്ട് നേര്യമംഗലം. ഇതേപോലെ തന്നെ കോതമംഗലത്ത് നിന്ന് ഇഞ്ചിത്തൊട്ടി തട്ടേക്കാട് വഴി കുട്ടമ്പുഴ വേറൊരു റൂട്ടുമുണ്ട്. അതും കുറച്ച് കാട്ടിൽ കൂടിയാണ്, പുഴയുടെ സൈഡിൽ കൂടിയുള്ള വഴികളുണ്ട്. ഈ കുട്ടമ്പുഴ ചെന്ന് കഴിഞ്ഞാൽ കുട്ടമ്പുഴയിൽ നിന്ന് നമുക്ക് പൂയംകുട്ടി അല്ലെങ്കിൽ മാമലക്കണ്ടം വഴി മൂന്നാർ പോകുമ്പോൾ ഇരുമ്പാലത്ത് എത്താനുള്ളൊരു വഴിയുണ്ട്, കാട്ടിൽ കൂടെയാണത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നേര്യമംഗലത്ത് എന്നിട്ട് ഒരു വ്യക്തി കുട്ടമ്പുഴ പോകണമെങ്കിൽ ഒരു 12 കിലോമീറ്ററുള്ള ഒരു ബൈപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ള ദൂരം ബൈപ്പാസ് ചെയ്ത് പോവുകയാണത്. അത് നേര്യമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പായിട്ട് ഇടത്തോട്ടുള്ള വഴിയാണ് ഈ പോകുന്നത്. കുറച്ച് ജനവാസ മേഖലയിൽ കൂടിയാണ് പോകുന്നത്. കുറേ അധികം ദൂരം വനത്തിന് അടുത്തൂടെയാണ് പോകുന്നത്. പകൽ സമയത്ത് ശല്യങ്ങളൊന്നുമില്ല, രാത്രി മൃഗങ്ങളെ കാണാറുണ്ടെന്ന് പറഞ്ഞു വഴിയിൽ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും റബ്ബർ തോട്ടങ്ങളും അത്യാവശ്യം നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ പോയത് ഉച്ച സമയത്താണ്. എങ്കിലും വെയിൽ കാഠിന്യമൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം നല്ല തണലുണ്ട്, മരങ്ങൾ നിൽക്കണതുകൊണ്ട്. ഈ റോഡ് ശരിക്കും കുട്ടമ്പുഴയ്ക്ക് പോകുമ്പോൾ കീരാമ്പാറ എന്ന സ്ഥലത്താണ് ഒന്ന് കയറണത്. കീരാമ്പാറന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 8-9 കിലോമീറ്റർ ഞാൻ കോതമംഗലമാണ്. കോതമംഗലം എത്തുന്നതിന് മുമ്പായിട്ട് അടുത്ത ജംഗ്ഷൻ റൈറ്റ് പോയാൽ ഭൂതത്താങ്കെട്ട് പോവാം. മറിച്ച് കീരാമ്പറന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ തട്ടേക്കാട്, അവിടുന്ന് കുട്ടമ്പുഴ. അധികം വാഹനങ്ങളൊന്നുമില്ല ഈ വഴിയിൽ. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റോഡ്. പോയവർക്ക് അതിൻ്റെ ഭംഗിയും ആ ഒരു വനത്തിൻ്റെ വശ്യതയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പോകാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് വീഡിയോ കവർ ചെയ്തത്. ഈ മരങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് നമ്മൾ തിരക്കില്ലാണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ്. ബൈക്കിലാണെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.